ഗുരുനാഥൻ വിട പറഞ്ഞിട്ട് 16 വർഷമായി. മലയാള സിനിമയുടെ ഏറ്റവും നല്ല കരുത്തുറ്റ കഥാപാത്രങ്ങൾ നൽകിയ രോഹിതാസിനൊപ്പം ഞാൻ 12 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് എത്താനുള്ള രോഹിത് സാറിലേക്ക് കൂടുതലെടുക്കാനും നല്ല ബന്ധം ഉണ്ടാവാനുള്ള ഒരു കാരണക്കാരൻ നടൻ മുരളീധരനായിരുന്നു. ഒപ്പം റൂബിയാസ് എന്ന് പറയുന്ന സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹവും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്കൊന്നും എന്തോ ഭാഗ്യം പോലെ തന്നെ രോഹിത് സാറിൻ്റെ അടുത്ത് എത്തി പെട്ടെന്ന് വളരെ അടുപ്പം ഉണ്ടാക്കാൻ പറ്റി. പെട്ടെന്ന് ഭയങ്കര അടുപ്പമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു എഴുത്തിനോടുമൊക്കെ ഞാൻ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ സാറിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇഷ്ടം പറഞ്ഞപ്പോൾ അന്നാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഇംഗ്ലീഷ് മൂവികളിലെല്ലാം പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, ആ ഒരു പോസ്റ്റിൽ നീ നിന്നാൽ മതി. കാരണം ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന അന്ന് തുടങ്ങി പടം പോസ്റ്റർ ഒട്ടിക്കുന്ന അന്ന് വരെ വർക്ക് ഒപ്പം നിന്ന് ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരാളാണ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞു. ഇങ്ങനെ മലയാള സിനിമയിലെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ടാകുന്നത് എൻ്റെ പേരിൽ. കാരണം ആ പലരും കൺട്രോളർ എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമയിലും വേറെ കൺട്രോളർമാരുണ്ടായിരുന്നു. കൺട്രോളർ എന്ന് പറഞ്ഞ പോസ്റ്റ് ആയിരുന്നില്ല, പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു എൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെല്ലാം സാറുമായിട്ടുള്ള സാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു. എനിക്കൊന്നും സാറ് നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന ഒരാളൊന്നുമല്ല. പലപ്പോഴും സാറിങ്ങനെ പല യാത്രകളിൽ ഇപ്പോൾ നമ്മളൊരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ തുടങ്ങാൻ ഏകദേശം ഒരു കൊല്ലമൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോയി ഞാനൊക്കെ ഒരു 5-10 ദിവസം മാക്സിമം നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും സാറിൻ്റെ കൂടെ തന്നെയാണ് ലക്കിടിയും യാത്രകളും കാര്യങ്ങളുമായിട്ട് നീങ്ങുമ്പോൾ ആ യാത്രകളിൽ ഇങ്ങനെ ഉണ്ടാവുന്ന പല സംഭാഷണങ്ങളിലും കാര്യങ്ങളിലും നിന്നാണ് സാറ് ഒരു ത്രെഡ് പറയുക. ഇപ്പോൾ സാറ് ചില ത്രെഡുകൾ പറയുമ്പോൾ സാർ അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയതാണെന്ന് നമുക്ക് പറയാം. ചിലപ്പോൾ ഞങ്ങൾ സാർ ഇപ്പോൾ അത് വേണോ, ഇതിപ്പോൾ ആലോചിച്ചാൽ നിൽക്കുമോ സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ സാറ് വീണ്ടും ചിലപ്പോൾ നമ്മൾ ചീത്ത പറയും. കാരണം നമ്മൾ ഈ ഓപ്പണായിട്ട് അങ്ങോട്ട് ചോദിക്കുന്ന കാരണമായിരിക്കാം സാറിന് നമ്മളോട് ഇഷ്ടമാണ്. കാരണം ചിലരെല്ലാവരും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും അയ്യോ സാർ ഇത് സൂപ്പറാ സാർ അടിപൊളിയാന്ന് പറയുന്ന ആളുകളെ സാർ എടുത്ത് നോക്കിയിട്ടില്ല. ഞാൻ നമുക്ക് വിവരമുള്ളത് കൊണ്ടും അല്ല വിവരം ഇല്ലാത്തതുകൊണ്ട് എന്താ എനിക്കറിയില്ല, സാറെന്തെങ്കിലും പറയുമ്പോൾ ഞാനത് എനിക്ക് തോന്നുന്നത് എന്താണ് അഭിപ്രായത്തിൽ ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ നന്നായിട്ട് ചേർത്ത് നിർത്തിയിരുന്നു എന്നും എനിക്കറിയാം. അപ്പോൾ പല സമയങ്ങളിലും പല കഥകളും പലതും വരുമ്പോഴും അല്ലെങ്കിൽ ചർച്ചകൾ വരുമ്പോഴും സാറിൻ്റെ അടുത്ത് സാറിങ്ങനെ യാത്രകളിൽ പറയും. പിന്നീട് ഒരു നടന് വരുമ്പോൾ അയാളോട് കഥ പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. സാർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു നടനോട് നീ ഇന്നാളെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ ചോദിക്കും 90% ആർട്ടിസ്റ്റുകളും എന്താണ് കഥ എന്ന് ചോദിക്കാറില്ല. രോഹിത സിനിമ അതിന് വലിയ ഭാഗ്യമില്ലല്ലോ. ചിലർ ചോദിക്കുമ്പോഴും എൻ്റെ അടുത്ത് പറയും നീ ഏതെങ്കിലും കഥ നീ പറഞ്ഞോ എനിക്കറിയാവുന്ന പോലെ. ഞാനാണ് കഥ പറയലിൻ്റെ ആളുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു സാറിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടാവും, പറഞ്ഞ കഥകളുടെ ഭാഗങ്ങളുണ്ടാവും, ബാക്കി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടിച്ചേർക്കുന്ന കഥകളുണ്ടാവും. ഒരു നടൻ സെറ്റിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഒരു ധാരണ ഉള്ള കഥ ഞാൻ പറഞ്ഞ കഥയായിരുന്നു. പിന്നെ അദ്ദേഹം സെറ്റിൽ വരുമ്പോഴാണ് ഇതൊന്നും അല്ല ചെയ്യാൻ പോണേന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ ക്രിയേറ്റീവ് സെൻസ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളത് ഇതിൻ്റെ ഇടയിലൂടെ ആഡ് ചെയ്ത് പറഞ്ഞ നടനോട് പറഞ്ഞ കഥയാണ് ആ നടൻ ആദ്യം വിശ്വസിക്കാതെ പിന്നീടാണ് ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയാൽ വരുന്നത്. അപ്പോൾ ആള് പലപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ചേട്ടാ ഇത് ഇങ്ങനെയല്ലേ നീ എന്ന് പറഞ്ഞേ. കാരണം അതാ അങ്ങനെയായിരുന്നു സാറെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വേറെ എഴുതി വന്നപ്പോൾ വേറെ. അപ്പൊ ഞാനതിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത് ഒരു കള്ളമതായിരുന്നു. സാറെന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നു പറഞ്ഞു, പക്ഷെ ഇപ്പൊ എഴുതി വരുമ്പോൾ വേറെ കാര്യ. അത് നിങ്ങൾക്ക് സാറിന് അറിയില്ലേ എന്നൊക്കെ പറയും. പിന്നെ എപ്പോഴും തലേ ദിവസം രാത്രി അല്ലെങ്കിൽ പുലർച്ച കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ 2-3 മണിക്കൂർ മുൻപാണ് സാറിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടാറ്, അന്നത്തെ സീനുകൾ കിട്ടാറ്. ഒരു ഭയങ്കര ചലഞ്ചായിരുന്നു നമുക്ക്. കാരണം വെച്ചാൽ ഇത്രയും സമയത്തിനുള്ളിൽ ഇതൊക്കെ ഏർപ്പാടാക്കി റെഡിയാക്കി കൊണ്ടുവരണം, ഷൂട്ട് തുടങ്ങണം, ലാഗില്ലാതെ ഷൂട്ട് തുടങ്ങണം. ആ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരുപാട് നമുക്ക് എന്ത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി തന്നു സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കാലഘട്ടം. പല സമയത്തും സാറിൻ്റെ സങ്കടങ്ങൾ, സാറിൻ്റെ സന്തോഷങ്ങൾ,
സന്തോഷങ്ങൾ വരുമ്പോൾ ഒരുപാട് ഉറക്കിച്ചിരിക്കുന്ന ഒരാളാണ്. നമ്മൾ കാണുന്ന ഒരു സൈലന്റ് മാനൊന്നും അല്ല സാറ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന പോലത്തെ ഒരു സൈലന്റ് മാനൊന്നും അല്ല സാറ്. സങ്കടങ്ങൾ വരുമ്പോൾ ഇരുന്ന് കരയുന്നതാണ്. അപ്പൊ ആ ഒരു ഫീല് സാർ എന്നോട് എപ്പോഴും പറയും. ഞാൻ പറയും സിനിമ കണ്ട് കരയുന്ന, സിനിമ കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പറയും. അത് പറയും അതാണ് വേണ്ടത്. ചില നടിമാര് അല്ലെങ്കിൽ നടന്മാർ സാറിന്റെ മുന്നിലെത്തുമ്പോൾ ഇന്റർവ്യൂവിനെത്തുമ്പോൾ സന്തോഷം വരുമ്പോൾ ചിരിക്കാറുണ്ടോ, സങ്കടം വരുമ്പോൾ കരയാറുണ്ടോ എന്ന് പറയുമ്പോൾ പല രക്ഷിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവള് ഭയങ്കര ബോൾഡാ സാറേ, അവൾക്ക് നല്ല ധൈര്യമുണ്ട് എന്നൊക്കെ. അതോടുകൂടി ആ കുട്ടിയുടെ ഭാവി അവസാനിക്കില്ല സാറിന്റെ മുന്നിൽ. കാരണം സാറ് പറയുന്നത് സങ്കടങ്ങൾ വരുമ്പോൾ കരയാനും സന്തോഷം വരുമ്പോൾ കുത്തിയിട്ടിരിക്കാനും കഴിവുള്ള ഒരു മനുഷ്യനാണ് റിയൽ മനുഷ്യൻ. അവന്റെ മനസ്സാണ് ശുദ്ധം. അത് ഇഷ്ടമുള്ള ആളുകളെ തന്നെയാണ് സാറ് പലപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത്.